സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിൽ ചേരി തിരിഞ്ഞാക്രമിച്ചു. കോട്ടയം കാഞ്ഞിരം ഹയർ സെക്കൻഡറി സ്കൂളിലെ +1, +2 വിദ്യാർത്ഥികളാണ് തമ്മിൽ തല്ലിയത്. ഷിനോജ് എസ് ടി വിവരങ്ങളുമായിട്ടുണ്ട്. ഷിനോജ്, പൊരിഞ്ഞ തല്ല് തന്നെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ജൂനിയർ സീനിയർ ഈഗോ കോംപ്ലക്സ് പ്രശ്നമാണോ? ഈ തല്ല് ഈ അക്രമത്തിൽ തമ്മിൽ തല്ലിൽ കുട്ടികളിൽ ആർക്കെങ്കിലും നല്ല പരിക്കേറ്റിട്ടുണ്ടോ? എപ്പോഴായിരുന്നു? അക്ഷയ, കോട്ടയം കാഞ്ഞിരം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് വൈകിട്ടാണ് ഇത്തരത്തിൽ ഈ തമ്മിൽ തല്ല് നടക്കുന്നത്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന തല്ലിൻ്റെതായി പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. +1, +2 വിദ്യാർത്ഥികൾ തമ്മിൽ ചേരിതിരിഞ്ഞാണ് ഈ തല്ലുണ്ടാകുന്നത്. നേരത്തെ പഠിച്ച സ്കൂളിൽ ഉണ്ടായിരുന്ന ചില തർക്കങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കവും അടിയൊക്കെ തന്നെ തുടങ്ങുന്നത് എന്നാണ് പോലീസിൽ നിന്ന് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത്. അതായത് ഈ +1 പുതുതായി വന്ന വിദ്യാർത്ഥികൾ നേരത്തെ ഈ +2 ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ പഴയ സ്കൂളിൽ പഠിച്ചതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ അത് ഇവിടെ വെച്ച് ഇത്തരത്തിൽ ഈ അടിയിലേക്കൊക്കെ തന്നെ കലാശിക്കുകയായിരുന്നു. എന്തായാലും ദൃശ്യങ്ങൾ കാണുമ്പോൾ വളരെ ഞെട്ടലുണ്ടാക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാഞ്ഞിരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ +1 വിദ്യാർത്ഥിയായിട്ടുള്ള അഭിലാഷിന്റെ മൂക്കിന്റെ പാലം തകർന്നിട്ടുണ്ട്. എന്തായാലും കേസെടുക്കാനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം എന്ന് പറയുന്നത്. ഈ വിദ്യാർത്ഥികൾ തന്നെ ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ പകർത്തുകയായിരുന്നു. എന്തായാലും ഈ മൂക്കിന്റെ പാലം തകർന്നതിനാൽ മറ്റ് മൊഴി രേഖപ്പെടുത്തലോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തന്നെ പോലീസിന് ഇതുവരെയും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റ് ഡോക്ടറുടെ കൂടി നിർദ്ദേശം അനുസരിച്ച് മാത്രമായിരിക്കും പോലീസ് അത്തരത്തിൽ നടപടികളിലേക്ക് കിടക്കുക. എന്തായാലും ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം ഭീകരമായിട്ടാണ് ഈ സ്കൂളിൽ ഇത്തരത്തിൽ +1, +2 വിദ്യാർത്ഥികൾ ചേർന്ന് തമ്മിൽ തല്ലിയതെന്ന്. തീർച്ചയായും കുട്ടികളാണ്, +1, +2 പഠിക്കുന്ന കുട്ടികളാണ്. ഷിനോജ് സൂചിപ്പിച്ച പോലെ തന്നെ പൊരിഞ്ഞ തല്ല് തന്നെയാണ് ഉണ്ടായത്. ഒരു 2 പേർ ചേർന്ന് ഒരു കുട്ടിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ കുട്ടികൾ തമ്മിലുള്ള അടിപിടികൾ പലതും കുട്ടിക്കളി അല്ലാതെ അവസാനിക്കുന്നതാണ് സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെയും അത് ആശങ്കപ്പെടുത്തുന്നതുമാണ്.